ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചാനലിൽ വീഡിയോ പോയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് കുറേ ആയിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചാനൽ ഇങ്ങനെ ചത്ത് കിടക്കുകയാണ്, ഒരു അനക്കൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്ക് ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു പർപ്പിൾ അൺബോക്സിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പർപ്പിളിന് കുറച്ച് പ്രൊഡക്ട്സുകൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഈ അൺബോക്സിംഗ് വീഡിയോസൊക്കെ ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊതുവെ ഇങ്ങനത്തെ മേക്കപ്പ് പ്രൊഡക്ട്സുകൾ മേടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മേടിച്ച കുറച്ച് പ്രൊഡക്ട്സുകൾ അത് എന്തൊക്കെയാണ് നിങ്ങൾക്കും കൂടി കാണിച്ചതെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പർപ്പിളിന്റെ ബോക്സ്. ഞാൻ ഓൾറെഡി കണ്ടു, ഞാൻ അൺബോക്സ് ചെയ്തിരിക്കുന്നു കേട്ടോ. നല്ല അടിപൊളി പാക്കേജിങ്ങിലേക്ക് ഇട്ട് പോലെ വന്നത്, പക്ഷെ ഞാൻ ഓൾറെഡി അൺബോക്സിങ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് വൺ ബൈ ആയിട്ട് കാണാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഇത് ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഫോക്സ്റ്റെയിലിന്റെ പ്രൊഡക്ട്സുകൾ കേട്ടോ. ഇവരുടെ തന്നെ ഒരു വൈറ്റമിൻ സി സിറം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. സൂപ്പറാണ് കേട്ടോ വൈറ്റമിൻ സി സിറം ഇവരുടെ ഫോക്സ്റ്റെയിലിന്റെ. അപ്പോൾ ഇത് അവരുടെ വന്നിട്ട് ഒരു സൂപ്പർ ഗ്ലോ ലൈംലൈറ്റ് സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നല്ല അടിപൊളി ടെക്സ്ചറാണ്. ഒരു കണ്ടോ, ഒരു വൈറ്റ് ടെക്സ്ചറാണ് കേട്ടോ. നല്ല നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ. നല്ല സ്മെല്ലും ആണ് കേട്ടോ. എനിക്ക് ഇവരുടെ ഏറ്റവും ഇഷ്ടം ഇവരുടെ ഈ ബോട്ടിലാണ് കേട്ടോ. നല്ല ഭംഗിയിലൊരു ഒരു ഒരു പീച്ച് കളർ അല്ലേ, ഒരു ഓറഞ്ച് പീച്ച് ഷെയ്ഡിലൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും റിവ്യൂ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്, ഫോക്സ്റ്റെയിലിന്റെ സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഇത് ഗുഡ് വൈബ്സിന്റെ ഒരു ഡേ ക്രീം ആണ് കേട്ടോ. ഇത് എന്താ പറയുക, ഡീ ടാൻ ഗ്ലോ ബ്രൈറ്റ് ഡേ ക്രീം ആണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഒരു ബോട്ടിൽ ഞാൻ ഉപയോഗിച്ചൊരു ബോട്ടിലാണ്. നല്ല അടിപൊളി റിസൾട്ട് വന്നൊരു ബോട്ടിലാണ് കേട്ടോ. ഇത് ഡേ ക്രീം ആണ്. നമ്മൾ ഇതിന്റെ ഒരു ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. കണ്ട, നല്ലൊരു ക്യാമറയിൽ എത്രത്തോളം കാണുന്നില്ല, ഒരു നല്ലൊരു എന്താ പറയുക, ലൈം യെല്ലോ എന്നൊക്കെ പറയില്ലേ, ലൈറ്റ് ലൈം യെല്ലോ. നല്ല ഒരു എന്താ പറയുക, ഒരു സ്റ്റിക്കി ഫോം ഒന്നല്ല കേട്ടോ. നല്ല നമ്മൾ ഫേസിലിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്, നല്ല സ്മെല്ലാണ്. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ് കേട്ടോ. ഈ എന്താ പറയുക, ഗുഡ് വൈബ്സിന്റെ ഡീ ടാൻ ഗ്ലോ ഒരു ഡേ ക്രീമാണ്. ഡേയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ക്രീം ആട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ സെക്കൻഡ് മേടിച്ച സംഭവം. പിന്നെ ഞാൻ മേടിച്ചത് ഒരു കോമ്പാക്ട് പൗഡറാണ്, ഫേസസ് കാനഡയുടെ കണ്ടോ, ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇതിന്റെ ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല. ഇതാണ് ഈ ഒരു കളറാണ് കേട്ടോ. നമ്മൾ കോമ്പാക്ട് പൗഡർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനുള്ള കറക്റ്റ് ഷെയ്ഡ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ സ്കിന്ന് ഡാർക്കായിട്ട് തോന്നും. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന്റെ ഷെയ്ഡ് ഏതാണെന്ന് നോക്കിയിട്ട് ശേഷം മാത്രം കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ അടുത്തത് മേടിച്ച പ്രൊഡക്റ്റ്. പിന്നെ ഞാൻ മേടിച്ചത് ഫോക്സ്റ്റെയിലാണ്. ഇത് ഫോക്സ്റ്റെയിലിന്റെ റെറ്റിനോൾ സിറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബോട്ടിലാണ്, നല്ല റോയൽ ബ്ലൂ കളർ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇത് അവരുടെ ഒരു റെറ്റിനോൾ നൈറ്റ് സിറാണ് കേട്ടോ. ഇത് ഫോക്സ്റ്റെയിൽ റെറ്റിനോൾ സിറം നമ്മളൊക്കെ ഒരു 30 എബോവ് ഏജ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനോൾ സിറം യൂസ് ചെയ്യണമെന്നാണ് പറയാം കേട്ടോ. കാരണം നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ സാഗ് ചെയ്ത് വരാൻ തുടങ്ങില്ല, ഏജ് കൂടുന്നതും അതിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഈ റെറ്റിനോൾ സിറം നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പക്ഷെ ഡെയിലി ബേസിലൊന്നും ഉപയോഗിക്കേണ്ട, ഒരു ആഴ്ചയിൽ 2 തവണയൊക്കെ നമ്മൾ ഈ റെറ്റിനോൾ സിറം ഉപയോഗിച്ചാൽ മതി. നൈറ്റിലാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറ് റെറ്റിനോൾ സിറം. റെറ്റിനോൾ സിറം നമ്മൾ നൈറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും മോർണിംഗ് നമ്മൾ നല്ലൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു 30 എബോവ് ഏജിലുള്ള ആൾക്കാരൊക്കെ റെറ്റിനോൾ സിറം നിങ്ങളൊരു സ്കിൻ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. സ്കിൻ സാഗിങ് ഒക്കെ കുറയ്ക്കാനും റിങ്കിൾസും ഒക്കെ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും ഈ റെറ്റിനോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കിൻ സെല്ലിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനും നമ്മുടെ ഈ ഏജ് ആകും തോറും നമുക്ക് നമ്മുടെ നമ്മളെ ഈ ഓപ്പൺ പോഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും ഏജ് കൂടുന്തോറും, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ റെറ്റിനോൾ സഹായിക്കും. അതുപോലെ നമ്മളൊരു പ്ലംപി സ്കിന്നിന് ഫ്രഷ് സ്കിൻ ഒരു പ്ലംപി ഫീലിംഗ് തോന്നിക്കൂട്ടെ ഈ റെറ്റിനോൾ സിറം. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ഈവൻ സ്കിൻ ടോൺ കിട്ടാനും നമ്മൾ കൊളാജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ റെറ്റിനോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഒരു 30 എബോവ് ഉള്ള എല്ലാവരും നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഈ റെറ്റിനോൾ സിറം ഉൾപ്പെടുത്തുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മളെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഏജ് മാർക്ക് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകും. നമ്മൾ ഏജ് കൂടുന്തോറും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ റെഡ്യൂസ് ചെയ്യുക റെറ്റിനോൾ സിറം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ചെറിയൊരു ബോട്ടിലാണ് മേടിച്ചത്. നല്ലതാണെന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി വലുതാവി മേടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഇതിന് 100 എത്ര വില ഉള്ളൂ, പക്ഷെ അടിപൊളി സംഭവം കേട്ടോ. ഈ ഫോക്സ്റ്റെയിൽ ഇപ്പോൾ നല്ല കുറച്ചും കൂടി റിവ്യൂ ഉള്ളത് കാരണം ഞാൻ ഫോക്സ്റ്റെയിലിൻ്റെയാണ് ഇപ്പോൾ ഈ റെറ്റിനോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് കാണാം. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചത് ഇത് സിറാണ് കേട്ടോ. ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഭയങ്കര റിസൾട്ട് തന്നൊരു ബ്രാൻഡാണ് മിനിമലിസ്റ്റ്. എല്ലാവർക്കും അറിയായിരിക്കും. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നല്ലൊരു എന്താ പറയുക, നല്ല എനിക്ക് നന്നായിട്ട് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നൊരു ബ്രാൻഡാണ് മിനിമലിസ്റ്റിൻ്റെ കേട്ടോ.
അപ്പോൾ ഇത് വന്നിട്ട് മിനിമലിസ്റ്റിന്റെ ആൽഫ ആർബൂട്ടിൻ ഫേസ് സിറാണ് കേട്ടോ. ഈ സിറം നമ്മൾ എന്താ പറയുക, നമുക്കിപ്പോൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, അത് ഡാർക്ക് സ്പോട്ട്, അതുപോലെ നമുക്ക് ഏജ് തോന്നിക്കുമ്പോൾ ഉള്ള സ്പോട്ട് നമ്മളെ സ്കിന്ന് നമ്മളെ കാണിക്കും ഏജ് ആയി തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു ആൽഫ ആർബൂട്ടിൻ സിറം നമ്മളെ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഈവൻ സ്കിൻ ടോൺ കിട്ടാൻ, സ്കിൻ ഡാമേജായ സ്കിന്നുകളൊക്കെ ഉണ്ടാവില്ലേ, ആ സ്കിന്നൊക്കെ റിമൂവ് ആക്കിയിട്ട് ഡെഡ് സ്കിന്നുകളൊക്കെ ആയിട്ട് നല്ല ഫ്രഷ് സ്കിന്ന് കിട്ടാനും, നമ്മൾ ആക്നി വന്ന മാർക്സുകൾ, സ്കെയർസ് മാർക്സ് ഒക്കെ കുറയ്ക്കാനൊക്കെ ഈ ആൽഫ ആർബൂട്ടിൻ സഹായിക്കും. ഇതും ഈ പറഞ്ഞ പോലെ ഡെയിലി ബേസിസ് നമ്മൾ ഉപയോഗിക്കരുത്, ഒരു വീക്ക്ലി ട്വൈസ് അത്ര മതി, 2. ഞാൻ അപ്ലൈ ചെയ്യുന്നത് നൈറ്റിലാണ്, നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിലാണ് ഞാനിത് യൂസ് ചെയ്യാറുള്ളത്. മോർണിംഗിൽ ഉപയോഗിക്കാറില്ല. നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിൽ ഈ ഒരു സിറം ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ മോർണിംഗ് നല്ലൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം കേട്ടോ പുറത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച അടുത്ത സംഭവം, ആൽഫ ആർബൂട്ടിൻ ഫേസ് സിറം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് കാണാം. നെക്സ്റ്റും മിനിമലിസ്റ്റിന്റെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സിറാണ് നിയാസിനമൈഡ് സിറം. എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ നിയാസിനമൈഡ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ അല്ലെങ്കിൽ ആലിയ ഭട്ടിന്റെ സ്കിൻ കെയർ റൂട്ടീനിൽ കാണിക്കുന്നതാണ് നിയാസിനമൈഡ്. പക്ഷെ ആ ഒരു നിയാസിനമൈഡിന് ഭയങ്കര റേറ്റ് ആണ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് കുറച്ച് ബ്രാൻഡ് കുറഞ്ഞ്, കുറച്ച് എന്താ പറയുക, കുറച്ച് നമ്മൾ അഫോർഡബിൾ ആയിട്ട് റേറ്റുള്ളതാണ്. ഇത് കുറച്ച് റേറ്റ് ഉണ്ടെങ്കിലും നമുക്ക് അടിപൊളിയാണ്. എനിക്ക് എന്താ മിനിമലിസ്റ്റ് ഭയങ്കര റിസൾട്ടാണ് തന്നത്. പിന്നെ നമ്മൾ ഡെമാക്കോഡ് ഉണ്ട്, ഡെംഡോക്കിന്റെ ഒക്കെ നമുക്ക് ഈ നിയാസിനമൈഡ് ഫേസ് സിറം കാണാം കേട്ടോ. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് മിനിമലിസ്റ്റിന്റെയാണ്. നിയാസിനമൈഡ് നമുക്കറിയാം, നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ ഏജ് സ്പോട്ട് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും, അതുപോലെ നമ്മൾ ഈ ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ കാണാം ചില ഫേസിലൊക്കെ നന്നായിട്ട് ഓപ്പൺ പോസ് ഒക്കെ കാണും, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് നിയാസിനമൈഡ് സഹായിക്കും. അതുപോലെ തന്നെ ഓയിലി കൂടുതൽ നമ്മളെ സ്കിൻ ഓയിൽ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓയിൽ പ്രൊഡക്ഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനും, ആക്നി വന്ന മാർക്കുകളൊക്കെ കുറയ്ക്കാനും, നല്ലൊരു ഈവൻ സ്കിൻ ടോൺ കിട്ടാനൊക്കെ നമുക്ക് നിയാസിനമൈഡ് സഹായിക്കും കേട്ടോ. ഇത് ഞാൻ മോർണിംഗ് ആണ് അപ്ലൈ ചെയ്യാറ്, നിയാസിനമൈഡ് രാത്രിയല്ല, മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ ഞാൻ ഈ ഒരു നിയാസിനമൈഡ് ഈ നിയാസിനമൈഡ് ഡെയിലി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ, ഇന്ന് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ബേസിസിൽ നമുക്ക് ഉപയോഗിക്കാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല കേട്ടോ. അപ്പം ഇതാണ് അടുത്ത ബ്രാൻഡ് എന്ന് പറയുന്നത്, അടുത്ത പ്രൊഡക്റ്റ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സിറാണ്, എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സിറായിരിക്കും വൈറ്റമിൻ സി സിറം എന്ന് പറയുന്നത് കേട്ടോ. വൈറ്റമിൻ സി സിറം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നല്ലതാണ് കേട്ടോ. അത് ഡെയിലി നമ്മൾ വൈറ്റമിൻ സി സിറം എടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇത് മിനിമലിസ്റ്റാണ്, കാരണം എനിക്ക് ഈ ഒരു ബ്രാൻഡ് എനിക്ക് നല്ലൊരു റിസൾട്ട് തന്ന കാരണം ഞാൻ ഈ ബ്രാൻഡിനെ തന്നെ ഉപയോഗിക്കാറ് കേട്ടോ. ഇത് വൈറ്റമിൻ സി സിറാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഞാൻ ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ബേസിസിൽ നിയാസിനമൈഡും ഈ വൈറ്റമിൻ സി ആണ് ഞാൻ ഓൾട്ടർനേറ്റീവ് ബേസിസ് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. മോർണിംഗിലാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ചിലരൊക്കെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിലും വൈറ്റമിൻ സി ഉൾപ്പെടുത്താറുണ്ട്, അത് ഓരോരുത്തരും സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടോ. ഞാൻ മോർണിംഗിലാണ് ചെയ്യാറ്, പക്ഷേ സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് പോവുക. വൈറ്റമിൻ സി നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയി നിൽക്കാനും, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാൻ, റിങ്കിൾസ്, അതുപോലെ ഏജിങ് ആ ഒരു ഇതൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാൻ, അതുപോലെ തന്നെ സ്കിന്ന് ചിലരുടെ സ്കിന്ന് കണ്ടിട്ടില്ല ഇങ്ങനെ ഏജ് കൂടുതലും സാഗ് ചെയ്ത് വരും, അപ്പോൾ ആ സാഗിങ് ഒക്കെ കുറയ്ക്കാനും, അതുപോലെ തന്നെ നമ്മൾ ഈ രാത്രി ഉറക്കമൊഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് അണ്ടർ ഐയിൽ നമ്മളെ ഡാർക്ക് സർക്കിൾസ് വരും, അതിൻ്റെ ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മൾ ഈ വൈറ്റമിൻ സി നമ്മളെ സഹായിക്കും. നമ്മൾ ഈവൻ സ്കിൻ ടോൺ കിട്ടാൻ, അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിൻ്റെ കൊളാജൻ പ്രൊഡക്ഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഈ വൈറ്റമിൻ സി മിനിമലിസ്റ്റിൻ്റെ ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഡെമാക്കോയുടെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഈ വൈറ്റമിൻ സി ഈ 2 ബ്രാൻഡാണ് ഞാൻ മാറി യൂസ് ചെയ്യാറുള്ളത്. നിയാസിനമൈഡും അതെ, ഡെംഡോക്കിൻ്റെ നിയാസിനമൈഡ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മിനിമലിസ്റ്റ് ആണ്, അല്ലാതെ വേറൊരു ബ്രാൻഡിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. കാരണം എനിക്ക് മിനിമലിസ്റ്റും ഡെംഡോക്ക്, ഡെർമാക്കോ ഈ ഒക്കെ ബ്രാൻഡുകളാണ് കുറച്ചും കൂടി റിസൾട്ട് തന്ന കാരണം ഞാൻ ആ ഒരു ബ്രാൻഡ് മാത്രം സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയാണ്, വേറെ ബ്രാൻഡിലേക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് വൈറ്റമിൻ സി സിറം ഞാൻ മേടിച്ച നമ്മളെ പർപ്പിളിൻ്റെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് എഗെയിൻ ഫോക്സ് ടെയിലിൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് ഞാനൊരു ടെസ്റ്റിന് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. എനിക്ക് ഇത് കളർ ഭയങ്കര ഇഷ്ടം, നല്ല ഡാർക്ക് പർപ്പിൾ, ഒരു ലാവൻഡർ ഷെയ്ഡില്ല, നല്ല ഭയങ്കര കളറാണ്. അപ്പോൾ ഇത് അവരുടെ മോയ്സ്ചറൈസറാണ്, ഈ ഫോക്സ് ടെയിലിൻ്റെ ഒരു ഹൈഡ്രേറ്റിംഗ് സൂപ്പർ മോയ്സ്ചറൈസറാണ്. ഇത് ഞാനൊരു ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചെറിയൊരു ബോട്ടിൽ നോക്കിയത് കേട്ടോ. ഇതിൻ്റെയും ഒരു ടെക്സ്ചർ ഒരു വൈറ്റ് ടെക്സ്ചർ ആണ്. അപ്പോൾ എന്തായാലും ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാത്തത്. എനിക്ക് ബോട്ടിൽ ഭയങ്കര ഇഷ്ടം അവരുടെ. കണ്ടോ ഈ ഫോക്സ് ടെയിൽ പ്രൊഡക്റ്റിൻ്റെ ബോട്ടിലുകൾ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ബോട്ടിലാണ്. ഈ വൈറ്റമിൻ സി സിറം ഇവരുടെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു യെല്ലോ എന്താ പറയുക കളറാണ് കേട്ടോ, പക്ഷെ അത് നല്ല റിസൾട്ട് തരുന്ന ഒരു സിറാണ് വൈറ്റമിൻ സി സിറം. അപ്പോൾ ഇവരുടെ ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുള്ള ബോട്ടിലാണ് ഫോക്സ് ടെയിലിൻ്റെ. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സുകളാണ് ഞാൻ പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഇത്രയും പ്രൊഡക്ട്സ്
പ്രൊഡക്ട്സുകൾ ഓർഡർ ചെയ്ത കാരണം അവർ ഫ്രീ ആയിട്ട് ഒരു 3 പ്രൊഡക്റ്റ് എനിക്ക് അയച്ചു തന്നിട്ടോ. ഈ 3 പ്രൊഡക്റ്റ് വന്നിട്ട് മിനിമലിസ്റ്റിന്റെ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഒന്ന് വന്നിട്ട് ഒരു ഷാംപൂ ആണ് കേട്ടോ, ഒരു കുഞ്ഞ് ചെറിയ ഷാംപൂ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ എന്താ പറയുക സ്കിൻ റിപ്പയർസ് ഒരു ക്രീമാണ് കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഇതൊരു ഫ്രീ ആയിട്ട് തന്നാണ് സംഭവം, എന്താണെന്ന് അറിയില്ല. ഇത് വന്നിട്ട് അവരുടെ സൺസ്ക്രീൻ ആണ് കേട്ടോ, മിനിമലിസ്റ്റിന്റെ സൺസ്ക്രീൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു 3 പ്രൊഡക്റ്റാണ് അവർ എനിക്ക് ഫ്രീ ആയിട്ട് അയച്ചു തന്നത് ഇത്രയും പ്രൊഡക്റ്റ് മേടിച്ചപ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു പർപ്പിൾ അൺബോക്സിങ്, ഞാൻ ജസ്റ്റ് മേടിച്ച് പ്രൊഡക്ട്സുകൾ നിങ്ങളെയും കാണിച്ചാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ സിറംസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും ഏത് ഏജ് തൊട്ടിട്ടാണ് ഈ സിറംസ് ഒക്കെ യൂസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഒരു 14-15 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഉപയോഗിക്കുമ്പോൾ കണ്ടന്റ് കുറവുള്ള സിറം ഉപയോഗിക്കും. നിയാസിനമയുടെ ഒക്കെ 10% ഒന്നും സ്റ്റാർട്ടിങ്ങിലൊന്നും ഉപയോഗിക്കരുത്, ഒരു 5% അങ്ങനെയൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അതുപോലെ തന്നെ വൈറ്റമിൻ സി സിറം ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഒറ്റയ്ക്ക് ഒരു 10% ഒരു 10% സിറം ഉപയോഗിക്കാതെ സ്റ്റാർട്ടിങ് ഒരു 5% ഒക്കെ സിറം യൂസ് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് നമ്മൾ സ്കിൻ ഓക്കെ എന്ന് അറിഞ്ഞതിന് ശേഷം കുറച്ചും കൂടിയും കണ്ടന്റ് കൂടിയ സിറം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്യുക. ഇതുപോലെ വല്ലപ്പോഴൊക്കെ വരാം നമ്മളെ എന്താണ് യൂട്യൂബ് നമ്മളെ ചാനൽ ഇടയ്ക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും മാക്സിമം വീഡിയോസ് കൂടുതൽ ഇടണമെന്ന്, പക്ഷേ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.